SIRൽ എന്യൂമറേഷൻ ഫോം നൽകിയിട്ടും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽപ്പെട്ടത് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഭാര്യയും കൂടിയാണ്. കോഴിക്കോട് സ്വദേശി PP അബൂബക്കറിന്റെയും ഭാര്യ റസിയയുമാണ് ഒഴിവാക്കിയവരുടെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്. കരട് പട്ടിക പുറത്തിറങ്ങിയതിന് ശേഷം നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് അബൂബക്കർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. SIRൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ എന്യൂമറേഷൻ ഫോം പൂർത്തിയാക്കി നൽകിയിട്ടും ഈ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണ് നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ PP അബൂബക്കർ. ഈ SIRലെ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല അല്ലേ? ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിബന്ധനകളൊക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. കാരണം ബീഹാറിലെ SIRനെ പറ്റി മീഡിയ വഴി ധാരാളം വാർത്തകൾ വരുന്നതുകൊണ്ട് സമയത്ത് തന്നെ എന്യൂമറേഷൻ ഫോം സംഘടിപ്പിച്ചു. ആ 2002 ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു. എന്നിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഫോം കൊടുത്തത്. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതിൻ്റെ തീയതിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും ഭാര്യയും നേരിട്ട് പോയി ഇവരുടെ അടുത്ത് കൊടുത്തു. അവരെനിക്ക് അതിൻ്റെ അക്നോളജ്മെൻറ്റ് എന്നുള്ള നിലയിൽ അവരൊരു ഫോം ഞങ്ങൾക്ക് ഒപ്പിട്ട് തരികയും ചെയ്തു. അപ്പോൾ ഒരു കൗതുകത്തിന് ഇന്നിപ്പോൾ ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ലിങ്ക് കുറച്ച് സുഹൃത്തുക്കൾ അയച്ചു തന്നിരുന്നു. അതിൽ കയറി നോക്കുമ്പോൾ എൻ്റെയും ഭാര്യയുടെയും പേര് അതിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ BLOനെ വിളിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പം BLOയും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അവർ പറഞ്ഞ ഒരു ടെക്നിക്കൽ എററാണ്. അപ്പോൾ എന്താണ് പരിഹാരം? അതിന് പരിഹാരം നമ്മൾ അപ്പീൽ കൊടുക്കണം. പുറത്താക്കപ്പെട്ടവർ ലിസ്റ്റിലുണ്ടല്ലോ, അപ്പോൾ അത് എന്തുകൊണ്ട് കാരണം എന്താണ് പറയുന്നത്? എൻ്റെയും ഭാര്യയുടെയും പേരിൻ്റെ നേരെ കൊടുത്തത് അൺട്രേസബിൾ ബാർ ആബ്സെൻറ്റ്. ആബ്സെൻറ്റിൻ്റെ അർത്ഥം എനിക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് മനസ്സിലായി. അൺട്രേസബിൾ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ 7-8 വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഈ BLO തന്നെ ഒരിക്കൽ ഞങ്ങളെ വീട്ടിൽ വന്നതാണ്, ഫോം കൊടുത്തതാണ്, എല്ലാം ചെയ്തതാണ്. എന്നിട്ട് അവിടെ അൺട്രേസബിൾ എന്ന് വെച്ച് വയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ച് തിരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ നടപടികളിലേക്കാണ് പോകുന്നത്? ഞാനിപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് 22-നോ 23-നോ വരും എന്നാണ് അവർ പറഞ്ഞത്. ആ ലിസ്റ്റും കൂടി നോക്കാം. എന്നിട്ട് പിന്നെ ഇവിടുത്തെ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ നമ്മുടെ കലക്ടറാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് കലക്ടർക്കും പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധി സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറാണ്, അദ്ദേഹത്തിനും ഇമെയിൽ വഴി ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി പരാതി ഇന്ന് തന്നെ അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെപ്പോലെ ഇത്രയും ലിസ്റ്റ് പരിശോധിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണക്കാർ. ഇതിപ്പം നമ്മുടെ ഈ ലിങ്ക് നോക്കി നെറ്റ് കണക്ഷനുള്ള മൊബൈൽ വഴി ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഈ സംഗതികളൊക്കെ, അതൊക്കെ നോക്കി കണ്ടുപിടിച്ച് റിജക്റ്റഡ് ലിസ്റ്റ് നോക്കി പരാതി കൊടുക്കാനോ അപ്പീൽ ഫയൽ ചെയ്യാനോ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം പേർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിജീഷ് മോങ്ങത്തിനൊപ്പം ദൃശ്യ പുതിയടത്ത് മീഡിയ 1 കോഴിക്കോട്.